കേരളത്തെ പിടിച്ചുകുലുക്കിയ ബാർ കേസ് വിവാദം ആരംഭിച്ചത് കൈരളി സ്റ്റുഡിയോയിൽ നിന്നായിരുന്നു. പീപ്പിൾ ചാനലിലെ ചർച്ചയ്ക്കിടെയായിരുന്നു മാണി കോഴ വാങ്ങിയ കാര്യം ബിജു രമേശ് വെളിപ്പെടുത്തിയത്. സംഭവബഹുലമായ അന്വേഷണത്തിനൊടുവിൽ മാണിയെ കുറ്റവിമുക്തനാക്കി വിജിലൻസ് റിപ്പോർട്ട് നൽകിയത് വലിയ വിവാദമായി. കേസിന്റെ നാൾവഴികളിലേക്ക് 2014 ഒക്ടോബർ 31 പീപ്പിൾ ടിവിയിലൂടെയാണ് ബിജു രമേശ് ബാർ ഉടമകൾ കോഴ കൊടുത്ത മന്ത്രിയാരെന്ന് വെളിപ്പെടുത്തിയത്. കൊടുത്ത പൈസ ഭണ്ഡാരത്തിലിട്ട പോലെ പോയി. അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ ഏത് പൈസ എപ്പോൾ തന്നു എന്ത് തന്നെന്നാണ് പറയുന്നത്. ബാക്കി 5 കൊണ്ടുവരാനാണ് പിന്നെയും പറയുന്നത്. ഇതായിരുന്നു മറുപടി. പൈസ ഒട്ടും ഇല്ല സംസ്ഥാനത്ത് എന്ന് പറയുന്ന ഒരു മന്ത്രി ആ കൂട്ടത്തിലുണ്ട്. ആ മന്ത്രി തന്നെയാണ് ഈ മന്ത്രി. ഞാൻ പറഞ്ഞത് ശ്രീ കെ എം മാണി ധനകാര്യമന്ത്രിയാണ് അങ്ങനെ പറയുന്നത്. ആ മന്ത്രി തന്നെയാണ് ഈ മന്ത്രി എന്ന്. പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ വിജിലൻസ് ഡയറക്ടർക്ക് നൽകിയ കത്തിനെ തുടർന്ന് കേസ് അന്വേഷണം തിരുവനന്തപുരം വിജിലൻസ് SP R സുകേശിനെ ഏൽപ്പിച്ചു. 7 മാസത്തിലേറെ നീണ്ട അന്വേഷണം ഉടനീളം സംഭവബഹുലമായിരുന്നു. 350-ലേറെ ബാർ ഉടമകളിൽ നിന്നും മൊഴിയെടുത്തു. ആരോപണ വിധേയനായ KM മാണി മുതൽ മന്ത്രിമന്ദിരത്തിലെ പാറാവുകാരൻ്റെ വരെ മൊഴി രേഖപ്പെടുത്തി. പോക്കറ്റിലൊതുങ്ങുന്ന മൊബൈൽ ഫോൺ മുതൽ ബിജു രമേശിന്റെ ടൊയോട്ട കാർ വരെ കേസിലെ തൊണ്ടി മുതലും തെളിവുമായി കോടതിയിൽ സമർപ്പിച്ചു. അന്നത്തെ സർക്കാർ ചീഫ് വിപ്പ് PC ജോർജ് മുതൽ ചീഫ് സെക്രട്ടറിയായിരുന്ന EK ഭരത് ഭൂഷൺ വരെ സാക്ഷ്യപ്പട്ടികയിൽ പേരുകാരായി. വിജിലൻസ് ലീഗൽ അഡ്വൈസർ CC അഗസ്റ്റിൻ മുതൽ മുൻ സോളിസിറ്റർ ജനറൽ മോഹൻ പരാശരന്റെ വരെ നിയമോപദേശം സ്വീകരിക്കപ്പെട്ടു. മാസങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിൽ KM മാണിക്കെതിരെ 70% തെളിവുകൾ ഉണ്ടായിട്ടും മാണിയെ കുറ്റവിമുക്തനാക്കി വിജിലൻസ് SP റിപ്പോർട്ട് സമർപ്പിച്ചു. പണം കൈമാറുന്നത് കണ്ടു എന്ന ബിജു രമേശിന്റെ ഡ്രൈവർ അമ്പിളിയുടെ ദൃക്സാക്ഷിമൊഴിയും ഫോൺ കോൾ രേഖകളും പണം പിൻവലിച്ചതിന്റെ ബാങ്ക് രേഖകളും ടവർ ലൊക്കേഷനും അടക്കം ശക്തമായ തെളിവുകൾ ഉണ്ടായിട്ടും മാണി പണം ആവശ്യപ്പെട്ടതിനോ വാങ്ങിയതിനോ തെളിവില്ലെന്ന ദുർബലമായ വാദത്തിൽ വിജിലൻസ് നിലപാട് സ്വീകരിച്ചു. അന്വേഷണ വേളയിൽ തനിക്ക് മുകളിലുണ്ടായ സമ്മർദ്ദം മൂലം ആത്മഹത്യയെപ്പറ്റി പോലും ചിന്തിച്ചിരുന്നതായി SP സുകേശിന്റെ വാക്കുകൾ കേരളം ഞെട്ടലോടെയാണ് കേട്ടത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേറെ നിങ്ങൾ പൊങ്ങത്ത് നോക്കിയാൽ ചില ആത്മഹത്യയെക്കുറിച്ച് വരെ ചിന്തിക്കണം. ഞാൻ അങ്ങനെ വരെ ചില അത്ര ആത്മഹത്യയെക്കുറിച്ച് അങ്ങനെയുള്ള പ്രശ്നം. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ എത്ര പേര് കേരളത്തിൽ ആത്മഹത്യ ചെയ്യേണ്ടി വരും. 6 മാസമായിട്ട് ഊണില്ല, ഉറക്കമില്ല, വീട്ടിൽ പോകാറില്ല, 10 മണി. പരാതിക്കാരനായ VS അച്യുതാനന്ദനെ പോലും മൊഴി രേഖപ്പെടുത്താതെ കേസ് അവസാനിപ്പിക്കാനുള്ള വിജിലൻസ് നീക്കം തുടരന്വേഷണ വാദത്തെ സാധൂകരിക്കുന്നതായി. S ജീവൻകുമാർ, തിരുവനന്തപുരം.